ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ കോൺഗ്രസിന്റെ ഒരു കാര്യം, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഭരണം തിരിച്ചു കിട്ടിയത്. ഈ അവസരത്തിൽ മലപ്പുറം ജില്ലയിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസിന്റെ MLA-മാർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ നല്ലത് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മികച്ച വിജയം തന്നെയാണ് എല്ലാവരും നേടിയത്. നിലമ്പൂരായാലും ജോയി ആയാലും മറ്റേ നൗഷാദ് അലി ആയാലും എല്ലാവരും, അനിൽകുമാറിന് സ്ഥിരമായി ജയിക്കുന്ന ആളാണ്. എങ്കിലും ഇതൊക്കെയാണെങ്കിലും നല്ല ഒരു വിജയം മലപ്പുറം ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് 4 MLA-മാരുണ്ടായി എന്നത് നല്ല സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ പഴയ പഴഞ്ചൊല്ലുകളിലൊക്കെ പറയുന്ന പോലെ മുഴുവൻ സമയവും ജോലി ചെയ്ത് അവസാന നേരത്ത് അത് നശിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്കാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കന്മാരോട് ഉണർത്താനുള്ളത്, നിങ്ങളുടെ ഒന്നും ഇതുകൊണ്ടല്ല കോൺഗ്രസ് ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിൽ ഇത്രയും വലിയ ഒരു വിജയം കരസ്ഥമാക്കാനും സാധിച്ചത്. പറഞ്ഞു വന്നത്, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു മികച്ച വിജയം നേടിയ MLA-മാർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്ന പരിപാടി നടത്തുകയുണ്ടായി. DCCയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല ഒരു വിജയം നൽകുന്ന വിജയം മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായി. 4 MLA-മാർ കോൺഗ്രസിന് മാത്രമായി ഒറ്റക്കായി ജയിക്കാനും സാധിച്ചു. UDF സംവിധാനത്തിലൂടെ കോൺഗ്രസിന് ഒറ്റക്ക് 4 MLA-മാരെ ജയിക്കാനും സാധിച്ചു. തീർച്ചയായും അത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പ് മാനേജർമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒന്നും ഔദാര്യത്തിലല്ല ഈ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അന്ന്, ഇലക്ഷന് മുന്നേ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ നല്ല അധ്വാനം കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടായതും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് AICC അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചതും. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ മലപ്പുറം ജില്ലയിൽ നടന്ന ആ പരിപാടിയിൽ 3 MLA-മാരും ഒരു മന്ത്രിയും ബാക്കി 2 MLA-മാരും ഒക്കെ, ഏതായാലും അവരെല്ലാവരും ഒരു വ്യക്തിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. ഒരു MLA മുഖ്യമന്ത്രിയെ പുകഴ്ത്തി, എന്നാൽ മറ്റു നേതാവിനെ വേദനിപ്പിക്കാതെയും സംസാരിച്ചു. ഇതൊക്കെയാണ് ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾ കുറച്ചു മുന്നേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സർവേ നടത്തണം, MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ. അപ്പോൾ ഒരു MP-യുടെ ഒരു അഭിപ്രായം അത് വളരെ പുറത്തു വരികയും അദ്ദേഹത്തിന്റെ കുത്തിനെ താഴേക്കിരിയുന്ന ഒരു കാര്യവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ പഴയ AI ഗ്രൂപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങനത്തെ ഗ്രൂപ്പിനോട് താല്പര്യവുമില്ല. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പ് കളിയുമായിട്ടാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസ് ഇനിയും പിന്നിലോട്ട് തന്നെയാവും പോവുക. അതല്ല, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ആണ് വലുത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇനിയും തിരിച്ചു വരും. പക്ഷെ ചില ഗ്രൂപ്പ് മാനേജർമാർ ഗ്രൂപ്പിനെ വളർത്തി വരണം പിടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം മലപ്പുറത്ത് നടന്ന ഈ സ്വീകരണ പരിപാടിയിൽ ഒരു ഗ്രൂപ്പ് പരിപാടിയായി അത് അധപതിച്ചു എന്നത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പ് പരിപാടികൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇവിടെ ഈ ഗ്രൂപ്പ് മാനേജർമാരോട് നമുക്ക് പൊതുവെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണർത്താനുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാനുമുള്ളത്, മനസ്സിലാക്കാനുമുള്ളത്. കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ ഗ്രൂപ്പിന് വേണ്ടി ആരാണോ
വർക്ക് ചെയ്യുന്നത് അവരൊക്കെ സ്ഥാനമോഹികളും എന്തെങ്കിലും ഒക്കെ പാർട്ടിയിൽ നിന്ന് സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരുമാണ്. അല്ലാതെ സാധാരണ പ്രവർത്തകർക്ക് ഈ ഗ്രൂപ്പിനോടൊന്നും താല്പര്യമില്ല. അവർ ഏതാണോ പാർട്ടി ആ പാർട്ടിയോടാണ് അവർക്ക് താല്പര്യം. കോൺഗ്രസ് പാർട്ടിയോട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അല്ലാതെ ഗ്രൂപ്പ് മാനേജർമാരെ കണ്ടിട്ട് ആ ഗ്രൂപ്പിന് വോട്ട് ചെയ്തതല്ല. കാരണം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. AI ഗ്രൂപ്പുകളുടെ കാലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പ് മാനേജർമാരുടെ കുറെ ഭാഗം വെക്കലൊക്കെ നടന്നിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ സ്ഥാനമോഹികൾക്ക് അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാനേജറുടെ ഒപ്പം നിന്നാൽ മാത്രമായിരിക്കും അവർക്ക് ആ സ്ഥാനം ലഭിക്കുക. കാരണം ഇത് ഭാഗം വെച്ചെടുക്കുകയാണല്ലോ. ഈ ഭാഗം വെച്ചെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാനേജറുടെ ഒപ്പം നിന്നാൽ മാത്രമായിരിക്കും അവർക്ക് സ്ഥാനങ്ങൾ കിട്ടുക. പക്ഷെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനങ്ങളൊന്നും ലഭിക്കാനും പോകുന്നില്ല, ഇനി അതിനോട് താല്പര്യവുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഗ്രൂപ്പിന് പ്രസക്തിയുമില്ല. അതാണ് ഇവിടെ ഉണർത്താനുള്ളത്. അപ്പൊ ഈ ഗ്രൂപ്പ് മാനേജർമാർ ഗ്രൂപ്പ് വളർത്തുകയാണെങ്കിൽ പാർട്ടി തകരും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനുമുള്ളത്. പാർട്ടി വളരണം എന്ന് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഗ്രൂപ്പ് മാനേജർമാരെ അവോയ്ഡ് ചെയ്ത് പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഈ മലപ്പുറം സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് ഇവിടെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളതും. ഈ ഗ്രൂപ്പ് മാനേജർമാരെ ആശ്രയിക്കുന്നവർ സ്ഥാനമോഹികളും സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്ന കുറെ ചില നേതാക്കന്മാരുമാണ്. അല്ലാതെ സാധാരണ പ്രവർത്തകർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് കൂടി ഉണർത്തുകയാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.